പ്രകൃതിയിലെ ഓൾമോസ്റ്റ് എല്ലാത്തിനും പ്രിപ്പറേഷൻ ഉണ്ട്, തയ്യാറെടുപ്പുകളുണ്ട്. അതിപ്പോൾ പ്രകൃതിയിൽ തനിയെ ക്രിയേറ്റ് ആയിട്ടുള്ള സൃഷ്ടികൾ എടുത്ത് നോക്കിയാലും മനുഷ്യൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും നമ്മൾക്കൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ്, സംഭവിക്കുന്നതിന് മുൻപ് വി ഓൾവേസ് പ്രിപ്പയർ. അത് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുട്ടി ആദ്യമായിട്ട് ജനിക്കുന്നതാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാ കാര്യത്തിനും പ്രിപ്പറേഷൻ ഉണ്ട്. ഈവൺ ഇനി മോശമായ കാര്യം എടുത്താൽ നമ്മൾക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ പോലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലൈഫിൽ പ്രത്യക്ഷപ്പെടുകയല്ല, പ്രിപ്പയർ ആവും. അത് ഓരോരോ ലക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ളൊരു കഴിവും പെർസെപ്ഷനും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാനും തിരിച്ചറിയാനും സാധിക്കും, ഇൻക്ലൂഡിങ് നെഗറ്റീവ് തിങ്സ് ആൻഡ് പോസിറ്റീവ് തിങ്സ്. ഓക്കെ, സോ ലൈഫിൽ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രിപ്പറേഷൻ മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യമാണ്. അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ സക്സസിൻ്റെയും കോമൺ റൂൾ. നിങ്ങളത് ആഗ്രഹിച്ചോളൂ, അതിനുവേണ്ടി ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, പക്ഷെ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കാര്യം നടക്കില്ല. എത്ര പവർഫുള്ളായ മെത്തേഡ് ഉപയോഗിച്ചോളൂ, എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോളൂ, ബട്ട് ഇഫ് യു ഡോണ്ട് പ്രിപ്പയർ ഫോർ വാട്ട് ഈസ് കമ്മിങ്, അത് നിങ്ങളെ ഒരുപാട് ഡിഫിക്കൽട്ടിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാനിഫെസ്റ്റ് ആവുമായിരിക്കും, പക്ഷെ അത് കാരണം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന സ്പെസിഫിക് ഡിസയറിന് വേണ്ടി ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരാഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾക്കൊരു ഇമാജിനേഷൻ കൊടുക്കാം, ഒരു സങ്കല്പം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ മനോഹരമാക്കാം. കോമറ്റ് കണ്ടുണ്ടാവും, വാൽനക്ഷത്രം. ചില വാൽനക്ഷത്രം ഭൂമിയെ കടന്നു പോവും, ചിലത് അതിൻ്റെ പ്രതലം കട്ട് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് വരും, പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഗ്രൗണ്ടിലേക്ക് പതിക്കുന്നതിന് മുൻപ് ചാരമായിട്ട് പോകും. മറ്റ് ചില കാര്യങ്ങൾ ഓൾറെഡി ചാരമാകാതെ എല്ലാം ക്രോസ് ചെയ്ത് ഭൂമിയിൽ വന്ന് പതിക്കും. ചിലപ്പോൾ അത് ഡേഞ്ചേഴ്സ് ഉണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ അത് ഡേഞ്ചേഴ്സ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇതാണ് വാൽനക്ഷത്രങ്ങളുടെ, ഈ കോമറ്റുകളുടെ, ഉൽക്കകളുടെ ഒരു നേച്ചർ. ഇതേപോലെ തന്നെയാണ് നിങ്ങളൊരു ആഗ്രഹം വേണമെന്ന് ചോദിക്കുമ്പോൾ പുതിയതായ ആ മാനിഫെസ്റ്റേഷൻ എനർജി യൂണിവേഴ്സിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നത്. സങ്കല്പിക്കാൻ പറയാണ്, ഇങ്ങനെ നടക്കണു എന്നല്ല പറയുന്നത്, നിങ്ങൾക്കത് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ നടക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം നിങ്ങൾക്കൊരു 50 കിലോ 52 kg ആണ് നിങ്ങളുടെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ശരീരത്തിന് അറിയാം. ഗ്രാജുവലി കൂടിയതാണ് ബ്രെയിനിനും അതിൻ്റെ ഒരു സിസ്റ്റത്തിനും മൈൻഡിനും എല്ലാത്തിനും ഈ വെയിറ്റ് എങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും ഓടാനൊക്കെ പറ്റുന്നത്. ആ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് മര്യാദയ്ക്ക് നടക്കുന്നത്. ഇയർ ബാലൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ സാധനം ഉള്ളത് കൊണ്ടാണ് എവറിത്തിങ് ഇസ് പോസിബിൾ. പെട്ടെന്ന് ഇന്ന് രാവിലെ നിങ്ങൾ എണീറ്റു, പെട്ടെന്ന് 52 എന്നുള്ളത് 72 ആയി, നിങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല. ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും, എന്നിട്ടേ ഇത് എന്താ സംഭവം എന്ന് പഠിക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു ഡിസയറിനെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ എനർജി ആദ്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവുമ്പോൾ സംഭവിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങളുടെ എനർജി ക്വാണ്ടിറ്റി ഒരു രീതിയിലായിരുന്നു, പക്ഷെ ഇന്നൊരു പുതിയ എനർജി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ ഒരു മിന്നൽ പോലെയാണ് അതിൻ്റെ വെയിറ്റ് കൂടുക, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുക. ഇതൊരിക്കലും ശരീരത്തിനും മനസ്സിനും എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പലപ്പോഴും പറയാറുള്ളത്, പലരുടെയും എനർജി വേൾഡിൽ 2 ലോകങ്ങളുണ്ട്. നിങ്ങളുടെ മെൻ്റൽ വേൾഡ് മനസ്സിലാവാൻ മെൻ്റൽ വേൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സൈക്കിക് വേൾഡ് എന്ന് പറയാം. ഇതുവരെ തോട്ടുകൾ ഫിസിക്കലി മാനിഫെസ്റ്റ് ആവാത്ത ഒരു ലോകം. ചിന്തകളിൽ അത് എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, സൈക്കിക് വേൾഡിൽ അതവിടെ ഉണ്ട്. മേ ബി വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ 5D സംതിങ്, 5 ഡയമെൻഷൻ എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ 3Dയിൽ അത് വന്നിട്ടില്ല. ബാഹ്യലോകത്ത് ഫിസിക്കലി ആ സാധനം ഇറങ്ങി വന്നിട്ടില്ല. 5Dയിലുണ്ട്, 3Dയിൽ അത് വന്നിട്ടില്ല. ഇതാണ് എല്ലാവരുടെയും കേസ്. 5Dയിൽ പല ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് താഴോട്ട് വലിക്കാൻ പറ്റുന്നില്ല. മെജോറിറ്റി ആൾക്കാർക്കും എനർജിൻ്റെ കുറവായിരിക്കും. അത് ചെറിയ ചെറിയ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഫിക്സ് ആവും. മറ്റ് ചിലരുടെ കാര്യം മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. വേറെ ആൾക്കാരുടെ കുഴപ്പം ഇതാണ്, അവർ പ്രിപ്പയർ ആയിട്ടില്ല. ഓർ ലെറ്റ്സ് അവർ പ്രിപ്പറേഷൻ ആരംഭിച്ചാലും ആ ലെവലിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ച പ്രിപ്പറേഷൻ. ഫിസിക്കലി ആൻഡ് മെൻ്റലി നിങ്ങൾക്ക് ആ സിസ്റ്റം, ആ ഒരു എനർജി ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതിനെ ഉപയോഗിക്കാനും അതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ബാഹ്യലോകത്ത് കൊണ്ടുവരാനുമുള്ള മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ തയ്യാറെടുപ്പ്. നൗ നമ്മൾക്കിത് എങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കും? ഏറ്റവും ബേസിക് ആയിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എന്ന് 2 പോയിന്റുകൾ മൈൻഡിൽ വെക്കുക. കാരണം നമ്മൾക്ക് എന്താ വർക്ക് ചെയ്യാനുള്ളത്? നമ്മൾക്ക് പുറത്തുള്ള സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, പ്രകൃതി നിയമങ്ങളെ ഞാൻ
പലതവണ പറയുന്നു, ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സ്വന്തം ശരീരത്തെയും സ്വന്തം മനസ്സിനെയും നമ്മൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. കൺട്രോൾ എന്ന വേർഡ് ഉപയോഗിക്കരുത്, പകരം റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട തയ്യാറെടുപ്പ്. ഇനി ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. നൗ യു ആർ ആസ്കിങ് ഫോർ എ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ്, നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന, നിങ്ങളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ്. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഹൈ വൈബ്രേഷൻ. എങ്ങനെയെങ്കിലും കംഫർട്ട് തരുന്ന ഒരു ഡ്രമാറ്റിക് ആൾക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഹൈ വൈബ്രേഷനിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ പലർക്കും അറിയാത്ത കാര്യം, ഇത് നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ആവണമെങ്കിൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ്. രണ്ടുപേർ അവിടെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഹൈ വൈബ്രേഷൻ മേർജ് ആകുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ക്ലീനിങ് ഹാപ്പനിങ്. ഒരുപാട് ക്ലെൻസിങ് നിങ്ങളുടെ ശരീരത്തിൽ, പ്യൂരിഫിക്കേഷൻ എന്ന് പറയും, ശുദ്ധീകരണം ശരീരത്തിൽ സംഭവിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാർമിക് ബ്ലോക്കേജുകൾ ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരും. എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ചിലരെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത വിത്തിൻ എ ഫ്യൂ വീക്സ് നിങ്ങൾക്ക് ശരീരത്തിൽ ചില ഡിഫിക്കൽട്ടികൾ വരാൻ ആരംഭിക്കും. രോഗം എന്ന് പറയാനൊന്നും പറ്റില്ല, മൈനർ ആയിട്ടുള്ള ചില ഫിസിക്കൽ ഡിസ്റ്റർബൻസ് വരും. ഇപ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് സ്കിൻ ട്രബിൾ, പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട്. വേറെ ചിലർക്ക് കണ്ണിന് ചില മൈനറാണ്, വലിയ പ്രശ്നം എന്നല്ല പറയാൻ, ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും, പിന്നെ പോവില്ല. അതുപോലെ ചിലപ്പോൾ ചിലവർക്ക് പല്ലിലാണ് ഇഷ്യൂ വരിക. മറ്റു ചിലർക്ക് ചിലപ്പോൾ അവരുടെ വയറിലായിരിക്കും, ചിലപ്പോൾ മസിൽസിലായിരിക്കും, ചിലപ്പോൾ സ്കെൽട്ടൻ സിസ്റ്റം ആയിരിക്കും. എവിടെയെങ്കിലും, എല്ലാവർക്കും അല്ല, കാർമിക്കലി അവരുടെ ലൈഫിനെ ഓൾട്ടർ ചെയ്യാൻ ശക്തിയുള്ള റിലേഷൻഷിപ്പുകളോ സ്ഥലങ്ങളോ ജോലി സ്ഥലങ്ങളോ അവർ എൻ്റർ ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓൾട്ടറേഷൻ സംഭവിക്കും. ഇത് ചിലരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എസ്പെഷ്യലി റിലേഷൻഷിപ്പുകൾ ഇത് വളരെ ഫ്രീക്വൻ്റായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ റീസൺ എന്താണ്? ശരീരം പ്രിപ്പയർ ആയിട്ടില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ വൈബ്രേഷൻ. ഹൈ ആണോ അല്ലയോ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ വൈബ്രേഷൻ. അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു, ഈ ഓന്തിനെ പോലെ നിറം മാറാനുള്ള കപ്പാസിറ്റി. നെഗറ്റീവായിട്ട് ആൾക്കാർ അതിന് പറയുന്നത്, പക്ഷേ ഓന്തിൻ്റെ നിറം മാറുക എന്ന് പറയുന്നത് അതിൻ്റെ അഡാപ്റ്റിംഗ് പവറാണ്. അത് കള്ളത്തരമായിട്ട് എല്ലാവരും പറയുന്നത്. അവൻ ഓന്ത് നിറം മാറുന്ന പോലെ മാറുന്നു പറയില്ലേ, അത് നെഗറ്റീവായിട്ടാണ് പറയുന്നത്. നമ്മൾക്കിവിടെ പോസിറ്റീവായിട്ട് എടുക്കാം. യുവർ എബിലിറ്റി ടു അഡാപ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ. ചുറ്റുമുള്ള എനർജിയോട് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി, അതാണ് നമുക്കിവിടെ കെമലിയോൺ ഓർ ദ ഓന്തിൻ്റെ എബിലിറ്റി ആയിട്ട് നമുക്കിവിടെ എടുക്കാം. എത്ര പെട്ടെന്ന് നിങ്ങളുടെ എനർജിക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, അത്ര പെട്ടെന്ന് ശരീരവും മൈൻഡും അഡാപ്റ്റ് ചെയ്യും. ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കല്ല് പോലെ എനർജി നിൽക്കുമ്പോഴാണ് ശരീരവും മൈൻഡും അതേപോലെ ബ്ലോക്കായി നിൽക്കുന്നത്. ഇത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ റിജിഡായി നിൽക്കാനുള്ള മറ്റൊരു റീസൺ സെർട്ടൺ കാർമിക് ബ്ലോക്കേജുകളായിരിക്കും, കാർമിക് സൈക്കിൾസ് ആയിരിക്കും. അത് മാനിഫെസ്റ്റ് ആവും. ഫിസിക്കലി ഒരാൾ മാനിഫെസ്റ്റ് ആയില്ലേ, അതിനെ മിറർ ചെയ്യുന്ന പോലെ ഈ കാർമിക് ബ്ലോക്കേജുകൾ ഫിസിക്കലി ഓർ മെൻ്റലി മാനിഫെസ്റ്റ് ആവും. അതാണ് ഇത്തരം ഡിഫിക്കൽട്ടീസ് വരുന്നത്. പല ആൾക്കാരും ജോലിക്ക് വേണ്ടി കുറേ പഠിക്കുന്നു, ഫൈനലി ജോലി കിട്ടി, അവിടെ കയറി ഇറങ്ങിയെത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ ട്രബിൾ ഓർ ഫിസിക്കൽ ട്രബിൾ വരും. അത് കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും സഫർ ചെയ്യും, പിന്നെ ശരിയാവും. നിങ്ങൾക്കത് അഡാപ്റ്റ് ചെയ്യാൻ എത്ര പെട്ടെന്ന് സാധിക്കുന്നോ അത്രയും പെട്ടെന്ന് അത് പോകും, ഇല്ലെങ്കിൽ അത് കൂടെ തന്നെ ഉണ്ടാവും. ബിക്കോസ് യു ആർ പ്രിപ്പയർഡ്. അതാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ്. സോ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അനുഭവിച്ചറിയുമെങ്കിൽ അതുതന്നെയാണ് പുതിയ ഡിസയറുടെ കാര്യം. നിങ്ങൾ ഏതൊരു ഡിസയർ വേണമെന്ന് പറഞ്ഞാലും അത് ലൈഫിലേക്ക് എൻ്റർ ആവുന്നതിന് മുൻപ് യു ഷുഡ് പ്രിപ്പയർ. നോ ഹൗ ടു പ്രിപ്പയർ. എന്താണ് ഇതിലുള്ള ഏറ്റവും നല്ല വഴികൾ? എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിയാലും ഞാൻ പറയുന്ന സിംഗിൾ പോയിന്റ്, എവ്രിബഡി കീപ് യുവർ ബോഡി ലൈറ്റ്. വളരെ ലൈറ്റായിട്ടും വെയ്റ്റ്ലെസ് ആയിട്ടും ശരീരത്തെ കീപ്പ് ചെയ്യുക. അതാണ് ഫിസിക്കൽ ബോഡിയുടെ റൂള്. എന്താ ലൈറ്റായിട്ട് കീപ്പ് ചെയ്യുക? വെയിറ്റ് കുറയ്ക്കലാണോ? അല്ല. അതെ, ഒരു രീതിയിൽ ഇഫ് യു ആർ ഓവർ വെയ്റ്റോ സംതിങ് ഒക്കെ ആണെങ്കിൽ, അൺഹെൽത്തി വെയിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കലി നിങ്ങൾ കുറച്ചിരിക്കണം. സ്പിരിച്വലി വിട്ടേക്കൂ. മെഡിക്കലി നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ, ചിലർക്ക് ജനറ്റിക് ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റുന്നവർ സ്വന്തം കയ്യിലിരിപ്പുകാരന് കൂടിയതാണെങ്കിൽ അതുപയോഗിച്ച് താഴേക്കും വന്നിരിക്കണം. കയ്യിലിരിപ്പ് കൊണ്ട് മെലിഞ്ഞിരിക്കണം. അതൊരു സെക്ടർ, ഇറ്റ്സ് എ മെഡിക്കൽ സെക്ടർ. പക്ഷെ ഞാൻ പറയുന്ന ലൈറ്റ്നെസ് എന്ന് പറയുന്നത്, ദ മോർ യു ഈറ്റ് പ്രോപ്പർലി, കറക്റ്റ് സമയത്ത് ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഭക്ഷണങ്ങൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. എപ്പോൾ നോക്കിയാലും ഒരേ ഭക്ഷണമല്ല. ഓക്കെ, പല വിവിധമായിട്ടുള്ള ഭക്ഷണം, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ശരീരത്തിന് മാച്ച് ആവുന്ന ഭക്ഷണങ്ങൾ. ഇപ്പോൾ ഒരാൾ പറയുന്നു എല്ലാവരും
എന്താ പറയുക, കുട്ടികളോട് പറയും എല്ലാ വളരുന്ന കുട്ടികളും പാല് കുടിക്കുന്നത് മസ്റ്റാണെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എല്ലാ കുട്ടികളുടെയും വയറ് ഡിഫറെൻ്റ് ആണ്, സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈൻസ് ഡിഫറെൻ്റ് ആണ്, അത് വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. എല്ലാ കുട്ടികൾക്കും പാല് ചേരില്ല, കൊടുക്കാനും പാടില്ല. അത് വളരെ ചുരുക്കം പാരൻസ് ഈ കുട്ടിക്ക് ചില ഡിഫിക്കൽട്ടി കാണുമ്പോൾ പീഡിയാട്രിഷ്യനകത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഡോക്ടേഴ്സ് പറയുക എല്ലാവർക്കും ചേരില്ല, കൊടുക്കണ്ട പറയും. പക്ഷെ മിക്ക ആൾക്കാർക്കും അറിയില്ല. കുട്ടി വളരാൻ കുടിക്കണം പറഞ്ഞ് നിർബന്ധമായിട്ടും, ഞാൻ ചെറിയ കുട്ടികളുടെ കുഴന്തകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വലുതായി സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും ഒരു ഗ്ലാസ് പാലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടിക്കാൻ കൊടുക്കുമല്ലോ, നിർബന്ധിച്ച് കൊടുക്കും പലരും. അതിവിടെ റെലവൻസ് ഇല്ലാത്ത കാര്യമാണ്. ചിലർക്ക് മാച്ചാവും, ചിലർക്ക് പറ്റില്ല. അവർക്ക് വേറെ ഫുഡാണ് ബോഡി ഡിമാൻഡ് ചെയ്യുന്നത്. മേ ബി നട്ട്സ് ആയിരിക്കും. അതെന്താ കണ്ടുപിടിക്കേണ്ടത് പാരൻസിൻ്റെ ജോലിയാണ്. അതിന് പാരൻസിന് നിറയെ നോളജ് വേണം. അറിയില്ലെങ്കിൽ യു ഷുഡ് കൺസൾട്ട് സം ഡോക്ടർ ഓർ സംബഡി. ഓരോ കുട്ടിക്കും ഓരോ നീഡാണ്. ലൈക്ക് വൈസ് ഓരോ ബോഡി ഡിഫറെൻ്റ് ആണ്. ഒരു ശരീരത്തിന് ചേരുന്ന ഭക്ഷണക്രമം മറ്റു ശരീരത്തിന് ഒരിക്കലും ചേരില്ല. അപ്പോൾ ഡോക്ടർ എല്ലാവരും ജനറലി ഇൻ്റർനെറ്റിൽ പറയുന്നു പ്രോട്ടീൻ നല്ലതാണ്. ഏത് വരെ നല്ലത്? അത് ഓരോ ശരീരത്തെ ബേസ് ചെയ്തിരിക്കുന്നു. അല്ലാതെ ഒരിക്കലും ജെൻഡർ റൂളില്ല. ദെൻ പറയുന്നു ഡെയിലി 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. അവിടെയും റൂളില്ല. ചില ശരീരത്തിന് വെള്ളം കുറച്ച് മതി, ചിലർക്ക് നിറയെ ലിമിറ്റിൽ കൂടുതൽ 8 ഗ്ലാസിന് മേലെ വെള്ളം വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇത്തരം റൂളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓവറായി തോന്നും, അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ ഓർത്ത് വയ്ക്കുക, എങ്ങനെ നമ്മളിത് പഠിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഇത്തരം യോഗ പ്രാക്ടീസസും ഇങ്ങനെ ഫുഡിൻ്റെ ചില നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വീഡിയോസും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ചാനൽ ഉടനെ വരും. ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് അറിയിക്കാം. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അറിയുന്നവർ ഇങ്ങനെയൊക്കെ കറക്റ്റായി ഭക്ഷണം കഴിച്ചും കറക്റ്റ് സമയത്ത് ഉറങ്ങിയിട്ടൊക്കെ ലൈറ്റായിട്ട് ബോഡി കീപ്പ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ബോഡിയെ ലൈറ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഫുഡൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ പോയിൻ്റാണ്. ഓക്കെ, ഈഫ് പോസിബിൾ യോഗാസനങ്ങളൊക്കെ അറിയുന്ന കൂട്ടത്തിലാണെങ്കിൽ, യോഗയൊക്കെ അറിയുന്ന കൂട്ടത്തിലാണെങ്കിൽ അത് അതിനേക്കാളും വലിയൊരു ഔഷധം വേറെ ഇല്ല. ദെൻ മൈൻഡിനെ ലൈറ്റായിട്ട് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും. കഴിയുന്നതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കാണരുത്, നെഗറ്റീവ് ഗോസിപ്പിൽ പോയി ഇടപെടരുത്, അത്തരം ടോക്കുകൾ നടത്തരുത്, കുറ്റം ആരെയും പറയരുത്, ജഡ്ജ് ചെയ്യരുത്. ഇഫ് യു ആർ എ ജഡ്ജ് യു ക്യാൻ ജഡ്ജ്. നിങ്ങളൊരു ജഡ്ജാണെങ്കിൽ, കോടതിയിലെ ജഡ്ജാണെങ്കിൽ യു മസ്റ്റ്, അല്ലാത്ത പക്ഷം ചെയ്യരുത്. ഓക്കെ, അങ്ങനെ അനാവശ്യമായ ഒരു ലോഡ് മനസ്സിൽ കൊടുക്കരുത്. മനസ്സും ലൈറ്റായിരിക്കണം. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കൂ എന്നൊക്കെ പല മോട്ടിവേഷൻ ആൾക്കാർ വന്ന് പറയും. അവർ നിൽക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നത് വരട്ടെ. സ്റ്റേ അറ്റ് ദ പ്രസൻറ്റ്. എത്രത്തോളം മനോഹരമായി ചെയ്യുന്നു അത്രയും മൈൻഡ് ലൈറ്റായിരിക്കും. സിമ്പിൾ പോയിൻറ്റ്സ്. നമുക്കിതിനെ അഡ്വാൻസ് ആക്കാം, എക്സ്ട്രീം ആക്കാം, പക്ഷെ അത്രയൊന്നും വേണ്ട. ഈ 2 കാര്യങ്ങൾ സിമ്പിളായി ചെയ്താൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബോഡി ലൈറ്റായിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേട്ടാൽ ഇത്രയേ ഉള്ളോ എന്ന് തോന്നും. ചെയ്ത് നോക്കും. ചെയ്ത് അറിയാത്തവരൊന്നും ചെയ്ത് നോക്കാം. ഒരാഴ്ച വേണ്ട അതിൻ്റെ റിസൾട്ട് അറിയാൻ. മാനിഫെസ്റ്റേഷൻ്റെ സ്പീഡ് കൂടും. അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ അഡ്വാൻസ് മാനിഫെസ്റ്റേഷനൊക്കെ നമ്മളിപ്പോൾ ഒരു കോഴ്സ് വരുന്നുണ്ട്, ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ. അതിൽ ഇതൊക്കെ സ്ട്രിക്റ്റ് ആണ്. കാരണം അത് എത്രത്തോളം നമ്മൾ കറക്റ്റ് ചെയ്യുന്നു അത്രത്തോളം ഒരു തടസ്സം ഉണ്ടാവില്ല കാര്യങ്ങൾ നടക്കാൻ. ഓക്കെ, അപ്പോഴും എപ്പോൾ നടക്കും നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ പ്രകൃതിയുടെ കയ്യിലും ഓരോരുത്തരുടെ കാർമിക് സൈക്കിളിൻ്റെ കയ്യിലൊക്കെയാണ്. ടൈമിങ് അതാണ് കൺട്രോൾ ചെയ്യുക. നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാക്സിമം സ്മൂത്ത് ആക്കുക, സമയത്തിൻ്റെ അളവ് കുറയ്ക്കുക, മനോഹരമാക്കുക. അത് മാത്രമേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ശ്രദ്ധിച്ച് ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത്.